ഞീഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ 9ാമത് വാർഷികവും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ISO പ്രഖ്യാപനവും മെയ് 24 ഞായറാഴ്ച നടക്കുമെന്ന് ഒരുമ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ഉച്ചകഴിഞ്ഞ് 1:30 ഒരുമ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഒരുമ പ്രസിഡന്റ് KK ജോസ് പ്രകാശ് അധ്യക്ഷത വഹിക്കും. 151 കുട്ടികൾക്ക് എല്ലാവിധ പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനോടൊപ്പം ചികിത്സാ സഹായം, ഡയാലിസിസ് കിറ്റ്, മരുന്നുകൾ എന്നിവയുടെ വിതരണവും നടക്കും. യോഗത്തിൽ വെച്ച് ഒരുമയ്ക്ക് ലഭിച്ച ISO സർട്ടിഫിക്കറ്റിന്റെയും വൃദ്ധസദനം സ്നേഹാലയത്തിന് ലഭിച്ച ഓർഫനേജ് കൺട്രോൾ ബോർഡ് സർട്ടിഫിക്കറ്റിന്റെ പ്രകാശനവും നടത്തും. 2017 ഒരുമ ഔദ്യോഗികമായി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ മെയ് മാസമാണ് ഒരുമയുടെ വാർഷിക ആഘോഷം നടത്തുന്നത്. ഈ വർഷവും നമ്മുടെ 24/5/2026 ഞായറാഴ്ച 1:30 മണിക്കാണ് ഞങ്ങളുടെ വാർഷികാഘോഷം ഒരുമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത്. അത് നമ്മുടെ ബഹുമാനായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നേ ദിവസം ഞങ്ങൾ പണ്ട് ചെയ്യാറുള്ളത് പോലെ തന്നെ 151 കുട്ടികൾക്ക് എല്ലാവിധ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ചികിത്സാ സഹായം, അതുപോലെ തന്നെ ഡയാലിസിസ് കിറ്റ്, മറ്റ് മരുന്നുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഞങ്ങൾ വിതരണം ചെയ്യും. അതിനോടൊപ്പം ഏറ്റവും വലിയ കാര്യം, ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ISO 2015 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം ഏറ്റവും വലിയ നേട്ടമായിരുന്നു വൃദ്ധസദനത്തിന്റെ ലൈസൻസ്. 40 പേരെ പാർപ്പിക്കാനുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ലൈസൻസും ഒരുമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രകാശനവും നടക്കും. ഞീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയാൻ K ജോസ്, ഞീഴൂർ ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട്, BJP കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജിൻ ലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബോബൻ മഞ്ഞളാമല, ഞീഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ, വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. വാർഷികത്തിനോടനുബന്ധിച്ച് മഴക്കാല ശുചീകരണം ശനിയാഴ്ച ഒരുമ പ്രവർത്തകർ കൊച്ചുതോട് വൃത്തിയാക്കിക്കൊണ്ട് നടത്തും. i4 ന്യൂസ്, ഏറ്റുമാനൂർ.